ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് കാസർഗോഡ് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. കാസർഗോഡ് 2 കോടി രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട്. കാറിൽ കടത്താൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് ആണ് പിടികൂടിയത്. ജോസഫ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജോസഫ്, എപ്പോഴായിരുന്നു ഈ സ്വർണം പിടികൂടിയത്? മലയാളികൾ തന്നെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് കാസർഗോഡ് ചെറുവത്തൂരിലാണ് ആഡംബര കാറിന്റെ രഹസ്യ അറയിൽ കൊണ്ടുപോകുകയായിരുന്ന 2 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ്. വിവിധ വിമാനത്താവളങ്ങളിലൂടെ കള്ളക്കടത്തായി ലഭിച്ച സ്വർണം സംഭരിച്ച് ഉരുക്കി ആഭരണങ്ങളായി നിർമ്മിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് കസ്റ്റംസിന് ലഭിച്ച സൂചന. ഈ രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഈ ആഡംബര കാറ് സ്വർണവുമായി പോകുന്നത് ഈ കസ്റ്റംസ് കണ്ടെടുത്തത്. ഈ കാറും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ചെറുവത്തൂരിലെ ദേശീയപാതയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഈ പരിശോധന നടത്തിയപ്പോൾ ഈ സ്വർണം കൊണ്ടുപോകുന്നത് കണ്ടെത്തിയത്. ഈ കോഴിക്കോട് കൊടുവള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊടുവള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് കസ്റ്റംസ് നൽകുന്ന സൂചന. അതായത് ഈ കൊടുവള്ളിയിൽ നിന്ന് ശേഖരിച്ച സ്വർണം ശുദ്ധീകരിച്ച് മംഗലാപുരത്തേക്കുള്ള ഒരു ആഭരണ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് മംഗലാപുരം സ്വദേശിയായിട്ടുള്ള ഒരാളെ കസ്റ്റംസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഭദ്ര. ശരി, ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് വെച്ചാണ് സ്വർണം പിടികൂടിയത്. 2 കോടി രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇവർ മംഗലാപുരം സ്വദേശികളാണ്.